അസ്സലാമലൈക്കും. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒഴിവ് ദിവസമല്ലേ. അപ്പോൾ ഒന്ന് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റ് വന്നത്. അപ്പോൾ റിനു എണീറ്റ് നേരത്തെ അവൻ്റെ പരിപാടി തുടങ്ങി. പിന്നെ ഇന്ന് നിറയെ തീരുമാനം കേട്ടോ. 2-3 ദിവസത്തെ തീരുമാനമുള്ളതാണ്. അപ്പോൾ ഞാൻ രാവിലെ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് തീരുമാനമാണ് കേട്ടോ ഇട്ടത്. അതെന്താ വെച്ചാൽ മഴയല്ലേ, വൈകുന്നേരം മഴയല്ലേ. അപ്പോൾ രാവിലെ തിരുമ്പി ഉണക്കാട്ടോ, വൈകുന്നേരം ആകുമ്പോഴത്തെ ഉണങ്ങിക്കിട്ടി മടക്കി വെക്കാമല്ലോ, നാളെ വർക്കിന് പോകേണ്ടതല്ലേ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാ പണിയും ഒരുക്കണം കേട്ടോ. നിറയെ പണി ഉണ്ടിട്ടെന്ന്. അപ്പോൾ തീരുമാനം ഫസ്റ്റ് ഇട്ട് പിന്നെ ചായക്കുള്ളത് ഉണ്ടാക്കാൻ പോയിട്ടോ. പിന്നെ ഇതാ പാല് സൊസൈറ്റിയിൽ നിന്നാണ് ഞങ്ങൾ പാല് മേടിക്കാറ്. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് കാച്ചാൻ വെച്ച് ചായ വെച്ചു. എന്നിട്ട് എനിക്ക് ഒരു ഗ്ലാസ് ചായ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഭൂരി ഉണ്ടാക്കാൻ വെച്ചിട്ട് ഇന്നലത്തെ കടല മസാല ഉണ്ട്. അപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കാൻ വെച്ചിട്ട് റീനുവിന് ഇഷ്ടമാണ് ഭൂരി. അപ്പോൾ അത് ഉണ്ടാക്കാൻ വെച്ചാൽ അത് കുഴച്ച് വെച്ചു കേട്ടോ. കുഴച്ച് വെച്ചിട്ട് ചായ റെഡിയായപ്പോഴത്തും. അപ്പോൾ ഇന്നാണ് കേട്ടോ സമാധാനമായിട്ട് ചായ കുടിക്കാനുള്ള ദിവസം. അപ്പോൾ ഒരു കപ്പ് ചായയൊക്കെ വെച്ചിട്ട് ഞാൻ ഇരുന്ന് സമാധാനമായിട്ട് ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഇതവിടെ മഴ പെയ്തിട്ടേ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നു. അപ്പോൾ എൻ്റെ വല്യമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി നോക്കാൻ വേണ്ടി പോയതുകൊണ്ട് എൻ്റെ വല്യമ്മ അതൊക്കെ ശരിയാക്കി തരാറ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി തന്നു. പിന്നെ ഞാനിതാ വന്ന് അടുപ്പ് കത്തിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അത് ഇന്ന് ഒഴിവുള്ള ദിവസം ഞാൻ അടുപ്പ് കത്തിക്കാറുള്ളൂ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെക്കണം. അപ്പോൾ ഞാൻ ഒരാഴ്ചക്കുള്ളത് ഇന്ന് തന്നെ തിളപ്പിച്ച് പാത്രങ്ങളിലാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി അടുപ്പ് ഇങ്ങനെ കത്തിച്ച് വെള്ളം വെച്ചു. പിന്നെ അപ്പോഴത്തേനും ഇതാ കുറേ ദിവസമായാലും കത്തിച്ചിട്ട്, അപ്പോൾ അതാണ് പുക വരുന്നത്. പിന്നെ റെഡി ആയിട്ടോ. പിന്നെ ഞാൻ പൂരിക്കുള്ളതൊക്കെ പരത്തി അത് ചുടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് കുറേ പണികളുണ്ട് കേട്ടോ. അടിക്കണം, വീട് വൃത്തിയാക്കാനുണ്ട്, തീരുമാനം ഞാൻ ഇട്ടു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ പണി കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കിടക്കാൻ കേട്ടോ. പിന്നെ ഞാനിതാ പൂരിയൊക്കെ പരത്തി ചുട്ട്. പിന്നെ എന്താണ് റിനുവിന് ഒരു ഉരുള മാവും കൊണ്ട് പോയതാട്ടോ. പിന്നെ അവനെ കാണാനില്ല, അവനോട് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഇതാകുമ്പോഴത്തേന് വെള്ളം തിളക്കിട്ടോ. ഇടയ്ക്കിടയ്ക്ക് തിളച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങനെ റിനുവിനും കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിച്ച്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം. ബൈ.